Next topic is creating a data frame from CSV file. What is a CSV file? CSV file is comma separated value file. നമ്മൾ കോമ ഇട്ടിട്ട് വാല്യൂ സ്റ്റോർ ചെയ്യുന്ന ഒരു സംവിധാനം, അതാണ് CSV എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഒരു CSV ഫയലാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതുപോലെ കോമ ഇട്ടിട്ട് നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നു. ഇനി ഇതിൽ നമുക്ക് ഫസ്റ്റ് ലൈൻ ആണ് ആദ്യം കാണിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഡാറ്റ ഡോട്ട് ഹെഡ് 1 ഹെഡ് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ലൈൻ അല്ലെങ്കിൽ സെക്കൻഡ് ലൈൻ അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര ലൈൻസ് വേണമെങ്കിലും നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കാമെന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ കോളംസ് ഇതിലേക്ക് ആഡ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ എങ്ങനെയാണ് കോളം ആഡ് ചെയ്യണേ നോക്കാം. നമ്മളിവിടെ ഡാറ്റ ഫ്രെയിമിലേക്ക് ഇതാ A1 2 3 B4 5 6 ഇനി C7 8 9 അപ്പോൾ ആ C എന്ന് പറയുന്ന കോളമാണ് നമ്മളിവിടെ പുതിയതായിട്ട് ആഡ് ചെയ്തത്. അതേമാതിരി കോളം നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യണം? ഡെൽ എന്നുള്ള ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. ഡെൽ DF ബ്രാക്കറ്റിൽ 1 കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ആ 1നെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അതേമാതിരി നമുക്ക് വേറൊരു ഫംഗ്ഷൻ ഉണ്ട് പോപ്പ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ DF.pop എന്നിട്ട് 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ 2 എന്നുള്ള അത് നമുക്ക് ഡിലീറ്റ് ആവും ആ കോളം. ഇനി അതേമാതിരി റീനെയിം കോളം എന്ന് പറഞ്ഞിട്ട് വേറെ ഫംഗ്ഷൻ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ കോളത്തിനെ റീനെയിം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ റീനെയിം ചെയ്യുമ്പോൾ എന്താ വരണേന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇവിടെ ഓൾറെഡി A എന്നും B എന്നും ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ വി ആർ ഗോയിങ് ടു റീനെയിം B. ഇൻസ്റ്റെഡ് ഓഫ് B ഇറ്റ് ഷുഡ് അപ്പിയർ ആസ് C. അപ്പോൾ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ടിൽ വരുമ്പോൾ നമുക്ക് ഡിസ്പ്ലേയിൽ ആ പുതിയ പേര് A എന്നും C എന്നും ഡിസ്പ്ലേയിൽ കാണാം. ഇതനുസരിച്ച് നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യിക്കാം. അപ്പോൾ നമുക്ക് കോളത്തിൽ എഡിഷൻ, അതേമാതിരി ഡിലീഷൻ, അതുപോലെ റീനെയിമിങ് ഇതെല്ലാം പോസിബിളാണ്. ഇതൊക്കെ നമ്മുടേതായ രീതിയിൽ വ്യത്യാസങ്ങൾ വരുത്താൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ CSV ഫയലിൽ നമുക്ക് റീഡ് ചെയ്യാൻ pd.read.csv ഇത് ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. നെയിം ദ ഫംഗ്ഷൻ ദാറ്റ് ഈസ് യൂസ്ഡ് ടു റീഡ് എ CSV ഫയൽ. അപ്പോൾ read_csv എന്നുള്ള ഫംഗ്ഷനാണ് യൂസ് ചെയ്യേണ്ടത്.